സ്വാമി ശരണമയ്യപ്പ. അപ്പം എന്താ ആദ്യമേ ഇങ്ങനെ പറയാന്ന് പറഞ്ഞാൽ ഇന്ന് വൃശ്ചിക ഒന്നാണ്. വൃശ്ചിക ഒന്നെന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു മാസമാണ് കേട്ടോ മലയാള മാസം. കാരണം എന്താ പറയുക, അയ്യപ്പന്മാരെ കാണാൻ പറ്റും. നമ്മുടെ അമ്പലം, കാരണം ഞങ്ങളുടെ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും ഒന്നാമത്തെ ദിവസങ്ങളിൽ മാത്രമേ വൈകിട്ട് അമ്പലം ഓപ്പൺ ആക്കാറുള്ളൂ കേട്ടോ. അപ്പം ഈ ശബരിമല വൃശ്ചിക ആകുമ്പോൾ എല്ലാ ദിവസങ്ങളും ഉണ്ടാവും. പിന്നെന്താ പറയുക, കെട്ട് നിറയ്ക്കുന്ന കാണാൻ പറ്റും. അമ്പലത്തിലായാലും വിളക്കൊക്കെ കത്തിച്ച് ഭയങ്കര പ്ലസ്ഡ് ഫീലിങ്സ് ആണ്. വൈകിട്ട് നമ്മൾ അമ്പലത്തിൽ പോകുമ്പോഴായാലും നമുക്ക് ആ ഒരു ഫീലിങ്സ് ഉണ്ടാവും. ഭയങ്കര എൻജോയ് ആയിട്ട് നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ഈ മാസം. പിന്നെ അത് മാത്രമല്ല, കുറേ ഉണ്ണിയപ്പങ്ങൾ കിട്ടും. നമ്മുടെ എന്താ പറയുക, മലര്, അതൊക്കെ ഇത് ശബരിമലയിൽ നിന്ന് കിട്ടുന്നത് പ്രത്യേക ടേസ്റ്റ്. നമുക്ക് കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഉണ്ണിയപ്പം കിട്ടും, പക്ഷേ ശബരിമല പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, ഞാൻ ശബരിമലയിൽ പോയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വട്ടമാണ് കേട്ടോ. 2 വട്ടം മാലയിട്ടിന് ഒറ്റ വട്ടേ പോയിട്ടുള്ളൂ. ആ പോയിട്ടുള്ളതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ വണ്ടി പോകുന്ന സൗണ്ട് ഉണ്ട്, പക്ഷെ അത് കാര്യമാക്കണ്ട. അപ്പം ഞാൻ ഒറ്റ വട്ടേ പോയിട്ടുള്ളൂ. പോകുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കന്നിസ്വാമിയായിട്ട് പോയി കഞ്ഞിയൊക്കെ വെച്ചിട്ടാണ് പോയത്. നല്ല രീതിയിൽ ബ്ലെസ്ഡ് പായസം വെച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പം ഞാൻ പോയി നല്ല രീതിയിൽ പോയി തൊഴുതു. പോകുന്ന വഴി എനിക്ക് എന്താ പറയുക, മറ്റേ ഈ കഴിച്ച കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ ഫസ്റ്റ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഒത്ര ഓർമ്മയുണ്ട്. ഞാൻ പോയ ഡ്രസ്സ് എന്ന് പറയുമ്പം ഒരു റോസ് ആയിരുന്നു കേട്ടോ, വൈറ്റ് കളറിനകത്ത് റോസാപ്പൂക്കളായിരുന്നു. പിന്നെ റോസ് പാട്ടിയിലെ പാൻറ്, ഒരു ചുരിദാറായിരുന്നു, കുഞ്ഞു കുട്ടിയായിരുന്നു കേട്ടോ, അത്രയേ ഉള്ളൂ. പോയി പിന്നെ നമ്മൾ വഴിക്ക് വെച്ചിട്ട് എന്താ പറയുക, ഈ എന്താ പറയുക, മറ്റേ അതിൻ്റെ പേരെന്താണ്, കൈതച്ചക്കയിൽ മുളകിട്ടതൊക്കെ വാങ്ങി കഴിച്ചിട്ട് കുഞ്ഞല്ലേക്ക് വിശക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ പോയിട്ട് നമ്മൾ പമ്പയിൽ പോയി കുളിച്ച് നേരെ മലയ്ക്ക് കയറിയിട്ട് എൻ്റെ അച്ഛൻ എന്നെ പൊക്കിയെടുത്താണ് കാണിച്ചത്. കാരണം നമുക്കത് കാണില്ല കേട്ടോ, കുഞ്ഞു കുട്ടിയല്ലേ. അങ്ങനെയൊക്കെ പോയി തൊഴുത് ചുണ്ണിയപ്പവും കാര്യങ്ങളും മാലയും വളയൊക്കെ ആയിട്ട് വാങ്ങിച്ചത് സന്തോഷമുള്ളൊരു ഓർമ്മയുണ്ട്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞ ഈ ദിവസം ഇത് എത്ര തവണ ഞാൻ മറക്കാത്ത കാരണം ഈ ഒരു മന്താണ്. എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര അറ്റാച്ച്ഡ് ഉള്ളൊരു മന്താണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇയർ മാലയിട്ട സമയത്ത് എൻ്റെ അമ്മയുടെ ഒരു വലിച്ച മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അച്ചാച്ചൻ മരിച്ചതുകൊണ്ട് എനിക്ക് മലയ്ക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ ഞാൻ മാല ഊരി. അപ്പം അടുത്ത വർഷം പോകാനും പറ്റില്ല. അങ്ങനെ പോകുവാണെങ്കിൽ 3 വട്ടം പോകണം, അല്ലെങ്കിൽ 1 വട്ടം പോകണം, അങ്ങനെയാണ്. അപ്പോൾ എന്ത് ചെയ്യാനാണ്? അപ്പം നമ്മൾ ഓൾറെഡി പോക്ക് ക്യാൻസൽ ചെയ്തു. അങ്ങനെ ആകെ പടിഞ്ഞ് ഒരു വർഷമേ പോയിട്ടുള്ളൂ. എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ 3 വട്ടമൊക്കെ പോയി നിർത്താൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ മെമ്മറീസും ഓർമ്മകളൊക്കെ കിട്ടിനെ. കാരണം കുറച്ചുകൂടെ വലുതാകുമ്പോൾ കുറച്ചുകൂടെ ഓർമ്മകളല്ലായിരുന്നു, പക്ഷെ പറ്റിയില്ല. ദൈവം സഹായിച്ചാൽ 60 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ പറ്റുമെന്ന് ദൈവം സഹായിച്ചാൽ അറിയില്ലല്ലോ, നമുക്കറിയത്തില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ കറക്റ്റ് ടൈമിങ് വരെ ഉണ്ടാവും, നമ്മൾ അത്ര കാലം ഉണ്ടാവുമോ ഒന്നും അറിയില്ല. പക്ഷെ ഉണ്ടാവുമെങ്കിൽ എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് മലയ്ക്ക് പോയിട്ട് വരുമ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു വിടുന്നതാണ് കേട്ടോ ഉണ്ണിയപ്പം. ഈ കൂട്ടത്തിൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ണിയപ്പം കൊണ്ടു തരണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മലയിലെ ഉണ്ണിയപ്പം. പിന്നെന്താ പറയുക, എനിക്ക് ആണാവണം എന്ന് ആഗ്രഹമുള്ള ഒറ്റ ഒരു കാര്യമുള്ളൂ, മലയ്ക്ക് പോകാൻ കഴിയല്ലോ എന്നുള്ള ഒറ്റ ഒരു കാരണങ്ങൾ കൊണ്ടാണ്. പിന്നെ ഇപ്പം എന്താ പറയുക, ഇപ്പം നിങ്ങൾ വിചാരിക്കും രാവിലെ വന്നിട്ട് ഇവളെന്താ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നു, നീ ഇത് പറയേണ്ട ആവശ്യം എന്താ, നിൻ്റെ മനസ്സിലിരുന്നാൽ പറയും. എൻ്റെ സന്തോഷം, എൻ്റെ ഒരു കാര്യം ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടുവെന്നേ ഉള്ളൂ. അതിപ്പോൾ കാണുന്നവർക്ക് കണ്ടാൽ മതി, കാണാത്തവർ കാണണ്ട. പിന്നെ ഇപ്പം ഞാൻ എന്തെങ്കിലും വീഡിയോസ് ഇടുമ്പോൾ എനിക്ക് കുറേ പേര് വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്, എൻ്റെ വട്ടാണോ എന്ന് പറയാറുണ്ട്. പിന്നെ കുറേ ആൾക്കാർ അല്ലാതെ എൻ്റെ ഡയറക്റ്റായിട്ട് ഒന്ന് ചോദിക്കേണ്ടത്, നിനക്ക് ലൈക്കൊന്നും ഇല്ലല്ലോ, റീച്ചില്ലല്ലോ. ഞാൻ ലൈക്കിനോ റീച്ചിന് വേണ്ടിയല്ല, എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടാൽ മതി, എനിക്ക് ഒരു നിർബന്ധവും ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സന്തോഷത്തിനാണ്. ഇപ്പോൾ ഇതിന് പൈസ കിട്ടി ഇതിൽ വരുമാനത്തിൽ ജീവിക്കാവുന്നതും അല്ല, എൻ്റെ ഒരു സന്തോഷമാണ്, എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വർഷം നന്നായി ഇരിക്കട്ടെ എന്ന് പറയുന്നു. കാരണം ഈ കൂട്ടത്തിൽ നല്ലത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു നെഗറ്റീവ് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഇങ്ങനെ പേഴ്സണലി വന്ന് നമ്മൾ ചോദിക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ കമൻറ്റിലൊന്നും ചിലർ വട്ടാണെന്നൊക്കെ ചോദിക്കാറുണ്ട്, അതൊക്കെ കൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വൃശ്ചിക നല്ലൊരു വൃശ്ചികമായി തീരട്ടെ. അതേപോലെ ഈ വർഷവും എല്ലാ വർഷവും ഇതുപോലെ വൃശ്ചിക മാസത്തിലും ശബരിമലയിൽ പോകാൻ പറ്റുന്നവർക്ക് പോകാൻ പറ്റട്ടെ.